കനത്ത മഴയിൽ പൊന്നാനി അഴിമുഖത്തെ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ. ഇന്നലെ പെയ്ത മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിവിടാൻ സൗകര്യമില്ലാത്തതിനാൽ പ്രദേശം ഒറ്റപ്പെട്ടു. 20ഓളം കുടുംബങ്ങളുടെ നടപ്പാതയും കിണറും വെള്ളത്തിനടിയിലായി. നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോൾ ഒരൊറ്റ ദിവസം മഴ പെയ്ത പാടെ തന്നെ വീട്ടിലെ ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. വെള്ളം പോകാനുള്ള ഒരു വഴിയില്ല. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് വീടുകളിലെ ഈ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നോക്കണം, ആ വീട്ടിലെ സ്ത്രീകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റണില്ല. സ്ത്രീകളെയും കുട്ടികളെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു മാസം മുമ്പാണ് ഇവിടെ ഈ കല്ല് വന്നത്. അപ്പോൾ കല്ല് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കടൽ കയറാൻ വേണ്ടി കല്ല് കൊണ്ടുവന്ന് ഇടുന്നതാണെന്ന് പറഞ്ഞാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മാറ്റിയിട്ട് കടലിൽ അങ്ങോട്ട് ഇടുമെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മളെ ധാരണ നമ്മൾ ഈ ഭാഗത്ത് ഇടാനുള്ളതായിരിക്കും എന്നാണ് നമ്മളെ ധാരണ. പിന്നീടാണ് അവർ പറയുന്നത് അത് കിളർവാളി പുതുവനാണി ആ ഭാഗത്തേക്കുള്ള കല്ലുകളാണ്, അവിടെ ഇടാൻ സംവിധാനം ഇല്ലാത്തതിന് വേണ്ടി തൽക്കാലത്തേക്ക് ഇവിടെ ഇട്ടിട്ടാണ്. അവർ ആ കല്ല് പിന്നെ വണ്ടിക്ക് കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ സമയം ഇവരിങ്ങനെ JCBക്ക് മാന്തിനനുസരിച്ചിട്ട് ഓരോ ഭാഗത്ത് ഓരോ വലിയ വലിയ കുഴികളാണ്. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ നടക്കാൻ പോലും പറ്റില്ല, കാരണം വലിയ വലിയ കുഴിയാണ്. ചില കുട്ടികളൊക്കെ നടന്ന് വീണ് പോകും. ഉദ്യോഗസ്ഥരിപ്പോൾ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് അമ്പലത്തിൻ്റെ സെനാൻ്റെ പേര് അവരോട് അനുമതി വാങ്ങിയിട്ടാണ് ഇവിടെ കല്ലിട്ടത്. അപ്പോൾ നാട്ടുകാരെ നമ്മൾ ഇവിടെ ആ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. ഇത് പെട്ടെന്ന് ഇവിടെ എൻ്റെ ഒക്കെ ധാരണ, ഫസ്റ്റ് ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തിടാനുള്ള കല്ലാനുള്ള ധാരണയായിരുന്നു. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോ വേനൽ മഴ, അതിതീവ്ര മഴ അല്പം ശമിക്കുന്നുവെങ്കിലും കാലവർഷം വരാൻ പോകുന്നു. 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. പൊന്നാനിക്കാരുടെ അവസ്ഥ ദുരവസ്ഥയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വേണ്ടത്ര ജാഗ്രതയും തയ്യാറെടുപ്പും ഇല്ലാതെ പോയത്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ മഴ കനക്കുന്നതോടെ ഏറ്റവും വലിയ മഴക്കെടുതിയും അതുപോലെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യാറുള്ളത് തീരദേശ മേഖലയിൽ തന്നെയാണ്. പൊന്നാനി, താനൂർ ഉൾപ്പെടെയുള്ള തീരമേഖലയിൽ വലിയ നാശനഷ്ടം സംഭവിക്കാറുണ്ട്. കടൽക്ഷോഭമൊക്കെ തന്നെ വലിയ നാശം വിധിക്കുന്ന സാഹചര്യം നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരൊറ്റ മഴ പെയ്ത സാഹചര്യത്തിൽ പൊന്നാനി അഴിമുഖത്തെ 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവിടെ നാട്ടുകാർ നമ്മളോട് പങ്കുവെക്കുന്നത്. പൊന്നാനി ഹാർബറിനോട് ചേർന്ന റോഡിന് പിൻഭാഗത്തെ അഴിമുഖം ഭാഗത്താണ് ഈ ഒരു സ്ഥിതിയുള്ളത്. ഒരൊറ്റ മഴ പെയ്തോടുകൂടി ഒരു മേഖലയിൽ ആകെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു വെള്ളം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ നടപ്പാതകളൊക്കെ തന്നെ വെള്ളത്താൽ അകപ്പെട്ടു കഴിഞ്ഞു. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണറുകളിലൊക്കെ തന്നെ ആ നിലയിൽ ചെളിവെള്ളം നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഈ ഒരു മലിനജലം ഒഴുക്കിവിടാനുള്ള സംവിധാനം അധികൃതർ ഉണ്ടാക്കി തന്നിട്ടില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ തുടർച്ചയായി കടൽക്ഷോഭം ഉണ്ടാകുന്ന മേഖലയാണ്. തൊട്ടപ്പുറത്ത് പൊന്നാനിയിലെ മരക്കടവും ഹിലർപ്പള്ളിയും അലിയാർപ്പള്ളി ഉൾപ്പെടെ കടൽക്ഷോഭം രൂക്ഷമാവുന്ന മേഖലയാണ്. ആ മേഖലകളിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കടൽ ഭിത്തിക്ക് ആവശ്യമായ കല്ലുകൾ ഈ ഒരു മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് ഈ ഒരു വീടുകളോട് ചേർന്ന്, സ്വകാര്യ ഭൂമിയാണെന്നാണ് നഗരസഭ പറയുന്നത്. ഈ ഒരു കല്ലുകൾ കൊണ്ടുവന്നിട്ട സമയത്ത് തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വെള്ളം അതുപോലെ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, തങ്ങളുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. വെള്ളം ഒഴുക്കിവിടാനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ആ ഒരു ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു. എന്നാൽ അധികൃതർ ആ ഒരു സമയത്ത് അതിനെ ഗൗരവത്തോടെ എടുത്തില്ല. സ്വാഭാവികമായും ഒരു മഴ പെയ്തോടുകൂടി അവരുടെ വീടിന്റെ പകുതിയോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ വളരെ വ്യക്തമാണ്. കുട്ടികളും ആളുകളൊക്കെ തന്നെ ആ ഒരു വെള്ളത്തിൽ വസ്ത്രമൊക്കെ തന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് വീടുകളിലേക്ക് നടന്നു പോകുന്നത്. തൊട്ടപ്പുറത്തെ മേഖലകളിലേക്കൊന്നും തന്നെ എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ നിർമ്മിച്ച ഒരു റോഡ് ആ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ റോഡിനെ മറികടന്നുകൊണ്ട് ആ മലിനജലം ഒഴുക്കിവിടാനുള്ള സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ അതിന് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ തുടർച്ചയായ പരാതിയെ തുടർന്ന് നഗരസഭാ അധികൃതർ ഇന്ന് ആ ഒരു മേഖലയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് വരെ നാട്ടുകാരെ നമ്മൾ വിളിച്ച സമയത്ത് അറിയാൻ സാധിച്ചത്. മുബഷീറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൊന്നാനിയിലെ ഒരു പ്രദേശം മുഴുവൻ ഒരു വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാവുന്നു. 20ഓളം കുടുംബങ്ങളുടെ നടപ്പാതയും കിണറുമാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത്. നഗരസഭാധികൃതർക്ക് വേറെ എന്താണ് പണി സാർ? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ നഗരസഭാ പരിധിയിൽ വരുന്ന ആളുകൾ ഒരു മഴ പെയ്താൽ അവരുടെ കിണറും അവരുടെ തോടും അവരുടെ വീടും ഇതൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതത്തെ ബാധിക്കുക എന്നതിനെക്കുറിച്ചൊരു മിനിമം ധാരണ വേണ്ടേ? മുബഷിർ പി അക്ബറാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായും നഗരസഭാധികൃതർ ഈ വാർത്തയെ തുടർന്നെങ്കിലും ആ പരിസരത്തേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ വാർത്ത നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. മുബഷീർ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നഗരസഭാ അധികൃതർ അവിടെ എത്തിയില്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അധികാരികളുടെ അടുത്തേക്കും ആ വാർത്ത നമുക്ക് എത്തിക്കേണ്ടതാണ്.